ആണുങ്ങളും സമ്മതിക്കും. അതുകൊണ്ട് ഭാര്യ ഇത് പറയാൻ ആഗ്രഹിക്കും. സ്ത്രീകൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ ഭർത്താവിനെ പിശാച് ഈമ്പിയ ചില സമയമുണ്ട്. ആ സമയത്ത് വർത്തമാനം പറയരുത്. കുളിച്ച് തോർത്തി തണുത്ത് മര്യാദയ്ക്കിരിക്കുമ്പം കാര്യങ്ങൾ അവതരിപ്പിക്കുക. ആണുങ്ങൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ ഭാര്യയെ കേൾക്കാൻ നിങ്ങൾക്ക് കടമയുണ്ട്. നിങ്ങൾ കേട്ടില്ലെങ്കിൽ ആര് കേൾക്കും നിങ്ങളുടെ ഭാര്യയെ? ചില ആണുങ്ങൾക്ക് എന്തൊരു തിരക്കാണ്. വീട്ടിലോട്ട് വരുന്നത് തന്നെ ഇരട്ടപ്പിള്ളാരെ മുല കുടിപ്പിച്ചുകൊണ്ടാണ്. വലത് കയ്യിൽ BSNL ഫോൺ, ഇടത് കയ്യിൽ റിലയൻസ് ഫോൺ. ആഹാ ഓഹോ ആഹാ. നമുക്ക് തോന്നും ഇവൻ ഫോൺ വിളിച്ചില്ലെങ്കിൽ ഇന്ത്യ കാട്ടുകാരാരിൽ നിന്ന് പുറകോട്ട് പോകും. ആ രീതിയില്ല. പിന്നെ അവൾ ഈ സോഫായിൽ വെട്ടിയിട്ട കോഴിച്ചക്ക പോലെ മലന്നൊരൊറ്റ കിടപ്പ്. ഭാര്യയോട് മിണ്ടാൻ ഇഷ്ടമില്ല, ഭാര്യയെ കേൾക്കാൻ ഇഷ്ടമില്ല, മക്കളെ കേൾക്കാൻ ഇഷ്ടമില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു, മോനെ നിങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നത് എവിടെ? ഒരുത്തൻ പറഞ്ഞു ബൈബിളിലാണ്, ഒരുത്തൻ പറഞ്ഞു കുരിശയിലാണ്, ഒരുത്തൻ പറഞ്ഞു പ്രാർത്ഥനാമുറിയിലാണ്. ഒരു കുട്ടി പറഞ്ഞു അവിടെയൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നത് ബാത്റൂമിൻ്റെ അകത്താണ്. ബാത്റൂമിലെ ദൈവം അതന്നാടാ. എന്നും രാവിലെ 6 മണിക്ക് പപ്പ പേസ്റ്റും ബ്രഷും ടങ് ക്ലീനറും ഒരു മൊബൈൽ ഫോണും കൊണ്ട് കൃത്യം 6 മണിക്ക് ബാത്റൂമിൽ കയറുന്ന കാണാം. 6:30 ആകുമ്പോൾ എന്നും മമ്മി ചോദിക്കുന്ന കേൾക്കാം, ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ, ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ. ഇപ്പം സംസാരിക്കാൻ സമയമില്ലാത്ത കുടുംബങ്ങൾ. ഇപ്പം പരസ്പരം മനസ്സിലാക്കുക. ഭർത്താവിനെ ഭാര്യ, ഭാര്യയെ ഭർത്താവ്. ചെറിയ ലോകം വലിയ ലോകം. രണ്ടാമത്തെ വ്യത്യാസം, പെണ്ണുങ്ങൾ വിശദീകരണം ആഗ്രഹിക്കുമ്പോൾ ആണുങ്ങൾ ഒറ്റ വാക്കിൽ ചുരുക്കുന്നവരാണ്. അത് മനഃശാസ്ത്രമാണ്. ആണുങ്ങൾക്കെല്ലാം ഒറ്റ വാക്കിൽ ചുരുക്കണം. അതെ അതെ, അല്ല അല്ല, ഇത്രയേ ഉള്ളൂ. ഒറ്റ വാക്കിൽ ചുരുക്കും. ഭാര്യയ്ക്ക് ഇതിൽ ഉപന്യാസം പോലെ ലേഖനം പോലെ വിശദീകരിച്ച് കേൾക്കണം. ഭർത്താവ് എന്ന് പറയടി മാത്തുക്കുട്ടിയുടെ ഭാര്യ ഗർഭിണിയാന്ന് പറയുന്നത് കേട്ടു. അയ്യോ ചേട്ടാ എന്നതാ കൊച്ച്, എന്നാ പ്രസവം എന്നറിയാമോ, ഏത് ഡോക്ടറെയാണ് കാണിക്കുന്നത്, ഏതാശത്തിലാണ് പോകുന്നത്. ഇവർക്ക് ഇത് ലേഖനം പോലെയാണ്. ആണുങ്ങൾക്ക് ചുരുക്കത്തിൽ. ചില ആണുങ്ങളുണ്ട് വർത്തമാനം പറയുപോലുമില്ല. ചില ആണുങ്ങൾ വർത്തമാനം പറയുന്നത് കേട്ടാൽ പഴയകാല വെല്ലുമിച്ചിമാർ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഞെക്കി മുക്കി മൂളുമ്പം ഇത്രയേ ഉള്ളൂ ആകപ്പാട്. ചില പുരുഷന്മാർ ഭാര്യ പിണങ്ങിയിരുന്നാലും അതറിയാത്തവന്മാരെ കണ്ടിട്ടുണ്ട്. ഒരു സ്ത്രീ 3 ആഴ്ച കെട്ടിയവനോട് പിണങ്ങിയിരുന്നു, ഭർത്താവ് അറിയുന്നേ ഇല്ല. അവസാനം ഭാര്യ തന്നെ മടുത്തിട്ട് ചോദിച്ചു, എൻ്റെ പൊന്നു മനുഷ്യ, ഞാൻ 3 ആഴ്ച പിണങ്ങിയിരുന്നിട്ടും തനിക്കൊന്നും തോന്നുന്നില്ലേ? നീ പിണങ്ങിയിരിക്കായിരുന്നു എടി, ഞാനിത് അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതൊരു വ്യത്യാസമാണ്, 2 ലോകങ്ങളുടെ വ്യത്യാസം. മൂന്നാമത് ഒരു വലിയ വ്യത്യാസമുള്ളത്, പെണ്ണുങ്ങൾ ക്ഷമിക്കും പക്ഷെ മറക്കുകയില്ല. ആണുങ്ങൾ മറക്കും പക്ഷെ ക്ഷമിക്കുകയില്ല. കാരണം ആണുങ്ങൾ 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ ചില കാര്യം മറന്നുപോകും. പക്ഷെ ഒരു അവസരം വരുമ്പോൾ ചാരം മൂടിയ തീക്കട്ട പോലെ, ചാരം പറക്കുമ്പോൾ തീക്കട്ട തിളങ്ങുന്നത് പോലെ പിന്നെയും ഇങ്ങോട്ട് തേടി വരും. ക്ഷമിക്കുകയില്ല. പക്ഷെ പെണ്ണുങ്ങളോ എല്ലാം ക്ഷമിക്കും പക്ഷെ മറക്കുകയില്ല. ഇങ്ങനെ പറവറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യമില്ല. ഭർത്താവ് 2009 കുടി നിർത്തിയതാണ്. 5 വർഷമായി കുഴപ്പമൊന്നുമില്ല. എങ്കിലും 2014 നവംബർ 30-ാം തീയതിയും പറയും, തന്നെ 2008 മുടിഞ്ഞ കുടി, അല്ലെ കുറെ കൂടെ കാശ് ഇവിടെ കാണാനായിരുന്നു. ഓരോ ആവശ്യമില്ലാത്ത ചൊറിഞ്ഞ വർത്താനം പറയുക. ക്ഷമിക്കും പക്ഷെ മറക്കുകയില്ല. മാത്യു സാറ് മോട്ടോർ സൈക്കിളിൽ വൈകിട്ട് 4 മണിക്ക് സ്കൂളിൽ നിന്നും വീട്ടിൽ വന്നു. ഭാര്യയോട് പറയടി മേരിക്കുട്ടി, സ്കൂളിൽ ഒരു പുതിയ ടീച്ചർ ശൈലജ കാണണം. തക്കാളിപ്പഴത്തിൻ്റെ നിറവ, പാദം മുട്ടി മുടി, പക്ഷേ മുഖത്ത് കുറ്റിമീശയാ, നോക്കുമ്പോൾ ഏതാണ്ട് പോലെ ഇരിക്കുന്നു. ഭാര്യ പറഞ്ഞു, വല്ല പെണ്ണുങ്കോ മീശയോട് അവൾ അവിടെ മീശ കൊണ്ട് അവിടെ വഴിക്ക് പോട്ട മനുഷ്യ, തനിക്ക് എന്താ കാര്യം? അങ്ങ് പറഞ്ഞില്ല, അങ്ങ് തീർന്നു. വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. കാലചക്രം ഉരുണ്ടുകൊണ്ടിരുന്നു. 4-5 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഇതേ മാത്യു സാറ് മോട്ടോർ ബൈക്കിൽ വൈകിട്ട് 7:30 വീട്ടിലോട്ട് വരുന്നു. അത് കറണ്ട് കട്ടിൻ്റെ ദിവസമായിരുന്നു. ഇദ്ദേഹം ഇരുട്ടത്ത് ഗേറ്റ് കടന്ന് വരികയും പൂന്തോട്ടത്തിന് സൈഡ് കെട്ടാൻ വേണ്ടി കുറച്ച് ഹോളോ ബ്രിക്സ് ഇഷ്ടിക ഇറക്കി വെച്ചിട്ടുണ്ട്. അറിയാത്ത മാത്യു സാർ ഇഷ്ടിക തട്ടി താഴെ വീണു. ഇടത് കേട്ട് തൊലി പോയി. ഇയാൾ അരിശത്തോട് വീട്ടിൽ ചെന്നു, റെഡി നീ എന്നാലും വെമ്പർ നോക്കിയ ഇരുട്ടല്ലേ, ഹോളോ ബ്രിക്സ് ഇറക്കി വെച്ചെന്ന് പറയേണ്ടായിരുന്നു. എൻ്റെ കയ്യെങ്ങാനും ഒടിഞ്ഞു പോയാലും ഞാനിത് കണ്ടുപിടി. ഉടനെ ഇവിടെ പറഞ്ഞിട്ട് പിന്നെ വലിയ കാര്യമായി. ശൈലജ ടീച്ചറിൻ്റെ കുറ്റിമീശ കണ്ട ആൾക്ക് ഇഷ്ടിക കാണാൻ വലിയ പ്രയാസമല്ലേ. ഇതാണ് മനസ്സിൽ കിടക്കും, ക്ഷമിക്കും പക്ഷെ മറക്കുകയില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. 4ാമത് ഒരു വലിയ വ്യത്യാസം. അടുത്ത വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ആണുങ്ങൾ ഒരു സമയം ഒന്നിൽ ശ്രദ്ധിക്കുമ്പോൾ പെണ്ണുങ്ങൾ ഒത്തിരി കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാണ്. അതൊരു വലിയ പ്രത്യേകതയാണ്. ആണുങ്ങൾ TV കാണുമ്പം അവൻ TV ന്യൂസ്, അവൻ്റെ ഇരിപ്പ് കണ്ടാത്തൊന്നും ഇതിനകത്തൊന്നും നിർണായകമായ പങ്ക് അവനുണ്ട്. ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കും. പത്രം വായിക്കുമ്പം പത്രം പിന്നെ ആ സമയത്ത് ഇഷ്ടമില്ല ആണുങ്ങൾക്ക് വർത്തമാനം പറയുന്നത്.
TV കാണുമ്പം ചുമ്മാ പെണ്ണുങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഈ പറയലും ആണുങ്ങൾക്ക് അരോചകമാണ്. അതുപോലെ പത്രം വായിക്കുക ഗുണഗുണമെന്നും പറഞ്ഞുകൊണ്ട് പുറകെ ചെന്ന് നിൽക്കും, ആണുങ്ങൾക്ക് ഇഷ്ടമില്ല. ഗൗരവത്തോടെ വാർത്ത കാണുമ്പോഴാണ് മണ്ണെണ്ണ തീർന്നു കേട്ടോ, ഗ്യാസിൻ്റെ കാര്യം എങ്ങനെ, ടെലിഫോൺ പോലെ എടുത്തിട്ടുണ്ടോ, അതൊക്കെ എടുക്കും, അത് കഴിഞ്ഞ് പറഞ്ഞാൽ മതി, ഈ സമയത്ത് പറയരുത്. ഇത് മനസ്സിലാക്കിയില്ലേ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഭർത്താവ് ഭാര്യയിൽ നിന്ന് അകലാൻ തുടങ്ങും, ഭാര്യ ഭർത്താവിന് സ്നേഹമില്ലെന്ന് അവൾ കരുതാനും തുടങ്ങും. അടുത്ത വ്യത്യാസമെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഒരു സമയം ഒരു കാര്യം വൃത്തിയായി ചെയ്യുമ്പോൾ പെണ്ണുങ്ങൾ ഒരേ സമയം 10 കാര്യങ്ങൾ ചെയ്യും, അല്പം വൃത്തിക്കുറവുണ്ടാവും. ആണുങ്ങൾ ആദ്യം വാഴ, പിന്നെ വഴുതന, പിന്നെ കാന്താരിത്തൈ, പിന്നെ പയർ, ഓരോന്നോരോന്ന്. അത് ആണുങ്ങളുടെ പ്രത്യേകത. സ്ത്രീയോ ഒരുപാട് കാര്യം ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞിനെ മുലയൂട്ടും, അരിയാട്ടും, ഇങ്ങനെ ടെലിഫോൺ എടുക്കും, കോളിംബെൽ നോക്കാൻ പോകും, പുതപ്പ് കുടഞ്ഞു വിരിക്കും, ഒത്തിരി കാര്യം ചെയ്യും. ആണുങ്ങൾ ചെയ്യുന്നത് പോലെ സാവധാനത്തിൽ പെണ്ണുങ്ങളും ജോലി ചെയ്താൽ കുടുംബത്തിലൊന്നും നടക്കുകയില്ല. സ്ത്രീ ഇതുപോലെ ചെയ്താലേ ഒരു കുടുംബം കൊലയാതെ പോകൂ. കൊച്ചു കുഞ്ഞുങ്ങളോട് സാറ് ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഒരു കുട്ടി പറഞ്ഞു ഐപാഡ്, ഒരുത്തൻ പറഞ്ഞു ടാബ്ലറ്റ്, ഒരുത്തൻ പറഞ്ഞു കമ്പ്യൂട്ടർ, ഒരുത്തൻ പറഞ്ഞു ലാപ്ടോപ്പ്. ഒരു കൊച്ചു പറഞ്ഞേ ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മ. അതന്നെ എൻ്റെ സാറേ, എൻ്റെ അമ്മയ്ക്ക് എത്ര കൈകളാണെന്നറിയാമോ? വെളുപ്പിനെ എന്നെ കുലുക്കി വിളിക്കാൻ 2 കൈ, തലയിലെണ്ണ തൂത്ത് തരാൻ കൈ, വെള്ളം തലയിൽ താടാതെ തോർത്തി തരാൻ കൈ, ഷർട്ടിൻ്റെ പണ്ട് ഇട്ട് തരാൻ കൈ, ചോറും പൊതി കെട്ടിത്തരാൻ കൈ, രാത്രിയിൽ തലേന പോലെ മടക്കി വെച്ച് തരാൻ കൈ. എൻ്റെ അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഒരു കാര്യം ഓർത്തോണം, സ്ത്രീ ഒരുപാട് കാര്യം ചെയ്യുമ്പം അല്പം കുറ്റങ്ങളും കുറവുകളും വരുമ്പം അന്തസ്സുള്ള പുരുഷന്മാർ അതിനെക്കുറിച്ച് മിണ്ടരുത്, കമൻറ്റ് പറയരുത്. ചില ആണുങ്ങൾക്കൊരു തോന്നലുണ്ട്, ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാലേ ഞാൻ പുരുഷനാവൂ, ഭർത്താവൂ. ആ ചിന്തയുള്ളവരുണ്ട്. എൻ്റെ അപ്പന് എൻ്റെ അമ്മയെ വലിയ കാര്യമായിരുന്നു. അമ്മ എന്നാ ഉണ്ടാക്കിയാൽ അപ്പൻ ഒരു കുറ്റം പറയും, അത് അപ്പൻ്റെ പ്രത്യേകത. സ്നേഹക്കുറവുകൊണ്ടല്ല, രീതിയാണ്. കറി ഒലത്തിയാൽ പറയും എന്നാ ഒലത്താടി, കരിവേപ്പില കമന്ന് കിടക്കുന്നു, സവോള മലന്ന് കിടക്കുന്നു, കടുക് തലയും കുതിന്നിക്കുന്നു, ഇതാണ് ഒലത്ത്. അമ്മ മരിച്ചിട്ട് വർഷം 20 കഴിഞ്ഞു. ജ്യേഷ്ഠൻ്റെ ഭാര്യ അപ്പനെ പൊന്നുപോലെയാണ് നോക്കുന്നത്. എന്നാലും ഞാൻ അവധിക്ക് ചെല്ലുമ്പോൾ എൻ്റെ മോനെ എന്നാക്കെ പറഞ്ഞാലും മോൻ്റെ അമ്മ മരിച്ചതിന് ശേഷം വായി വെച്ച് കൂട്ടാമെന്നൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവരും കങ്ങം പിടിച്ച ചൊവയ. എന്നാക്കെ പറഞ്ഞാലും എൻ്റെ അച്ചാമ്മയുടെ ഒലത്തായിരുന്നു ഒലത്ത്. ഇതെന്നാ ഒരു ഒലത്താ, എപ്പോഴാണ് പിടികിട്ടിയത്? മരിച്ച 20 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒലത്തുന്ന സ്നേഹം സാവധാനം തികട്ടി വരിക. അപ്പം ഇവിടെയാണ് പറയുക, മനസ്സിലാകുക, നല്ലത് പറയുക, അംഗീകരിക്കുക. വീണ്ടും ഒരു വലിയ വ്യത്യാസം, പുരുഷൻ എന്ത് ചെയ്താലും തൊട്ട് കാണിക്കാനും ചൂണ്ടിക്കാണിക്കാനുമുണ്ട്, സ്ത്രീ എന്ത് ചെയ്താലും തൊട്ട് കാണിക്കാനും ചൂണ്ടിക്കാണിക്കാനുമില്ല. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് അരിശം വരും. ഭർത്താവ് ഒരു വാഴ വെച്ചാൽ 10-ാം മാസം 150 കായുള്ള നേന്ത്രക്കൊല പൊക്കിപ്പിടിച്ച് ഭാര്യയും മക്കളെയും നോക്കി പറയാം, എൻ്റെ രക്തത്തുള്ളികൾ വേർപ്പ് തുള്ളികളാക്കി മെനഞ്ഞെടുത്ത വാഴക്കൊല നിങ്ങളിത് ഉരിഞ്ഞു ഭക്ഷിക്കുവിൻ എന്നും പറഞ്ഞ് ആ വാഴക്കൊല പൊക്കിപ്പിടിക്കാം. ഭർത്താവ് ഇവിടുന്ന് കോഴഞ്ചേരിയിൽ നിന്ന് തിരുവല്ല വരെ പോയിട്ട് വരുമ്പം ഭർത്താവിന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 34 കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തിരിക്കുന്നു, രേഖയായിട്ട് ബസ്സിൻ്റെ ടിക്കറ്റ്. അതേസമയം അവൻ്റെ ഭാര്യ 40 കിലോമീറ്റർ യാത്ര ചെയ്തു. അവൾ യാത്ര ചെയ്തത് തിരുവല്ല കോഴഞ്ചേരി അല്ലെ കോഴഞ്ചേരി റാന്നി റൂട്ടിലല്ല. അവൾ യാത്ര ചെയ്തതിന് ടിക്കറ്റ് എഴുതാൻ അയൽപക്കത്തെങ്ങും കണ്ടക്ടർമാർ ഇല്ലാതെ പോയി. അവൾ യാത്ര ചെയ്ത റൂട്ട് അടുക്കള പന്നിവേലി, പന്നിവേലി കോഴിക്കോട്, കോഴിക്കോട് ആട്ടുംകൂട്, ആട്ടുംകൂട് തെങ്ങുംമൂട്, തെങ്ങുംമൂട് റബ്ബറും ചോട്. ഇങ്ങനെ നടക്കുക. വെട്ടം വീണ പാതിരാത്രി വരെ നീളുന്ന പണി. ആർക്കെങ്കിലും രോഗമാണോ, രാത്രി കൂടെ ഉറങ്ങാൻ പറ്റത്തില്ല. അവസാനം ചൂണ്ടിക്കാണിക്കാതെ കുറേ ഒടിഞ്ഞ ചട്ടിയും തവിയും കലവും മാത്രം. അവിടെ ആണുങ്ങൾ നല്ല വാക്ക് പറയണം. ഭാര്യ എന്തെങ്കിലും ചെയ്യുമ്പം നല്ല വാക്ക് പറയണം. ഭാര്യ പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ എടി നീ ഇല്ലാത്ത വീട് ഒരു മോർച്ചറി പോലെ, നീ വന്നപ്പോഴാണ് അനക്കം വന്നത്. ചെല്ലു നേരെ ക്രൂരതയോടെ പറയും, നീ ഇല്ലാത്ത വീട് ശവക്കോട്ട പോലെ, നീ വന്നപ്പോഴാണ് ശവം വന്ന് കയറിയത്. ആ രീതിയിൽ സംസാരിക്കരുത്, നല്ല വാക്ക് പറയണം. ഭാര്യ 1-ാം തരം കണ്ണിമാങ്ങ അച്ചാറിട്ടു, ചില്ലുഭരണിയിൽ മുഴുത്ത സ്പൂണ് വിട്ട് കൊടുത്തു, കഴിക്കുക മനുഷ്യ. എന്നാടിയത്? കണ്ണിമാങ്ങ അച്ചാർ. കണ്ണിമാങ്ങ അച്ചാർ കയ്യിലോട്ട് കോരി ഒഴിച്ചു, മാങ്ങ കടിച്ചു തിന്നു, അരപ്പും നീട്ടി നോക്കി. ഇതാണോടി ഈ കണ്ണിമാങ്ങ അച്ചാർ? ആട്ടും കാഷ്ടം അരപ്പ് വീണ പോലെ ഉണ്ടല്ലോ. എടി അച്ചാറെന്ന് പറഞ്ഞാൽ അയൽവക്കത്തെ അമ്മിണിയുടെ അച്ചാർ, അതാണ് അച്ചാർ. ഇത്രയും പറഞ്ഞോ, ആണുങ്ങളുടെ കഥ കഴിഞ്ഞു. അടുത്ത ഞായറാഴ്ച ഭാര്യ 1-ാം തരം പോത്തിറച്ചി ഒലത്തി നികന്ന പാത്രത്തിൽ നിരത്തി വിളമ്പി തന്നൊരു ദേ ഞാനെഴുതിയ പോത്തിറച്ചിയാകട്ടോ, അമ്മിണിയുടെ ഒലത്ത് പോലെ ഒത്തോന്ന് അറിയത്തില്ല, വേണേൽ കയറ്റി പോകാൻ പറയും. ഇതാണ് കുടുംബത്തിൽ സംഭവിക്കുക.
അപ്പം മനസ്സിലാക്കുന്ന രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് വിളിക്കുന്ന വാക്ക് വിജ്ഞാനം, അടിസ്ഥാനപരമായി വിജ്ഞാനം. അപ്പം വിജ്ഞാനം. 2 വിശുദ്ധി. എന്താണ് വിശുദ്ധി? വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവേ പാടുള്ളൂ, ഒരു പുരുഷന് ഒരു ഭാര്യയെ പാടുള്ളൂ. ഇന്ന് കോഴഞ്ചേരി പ്രദേശത്ത് പല ആണുങ്ങൾക്കും 2 ഭാര്യമാർ വീതം ഉണ്ടെന്നാണ് തിരുവല്ലായിലും മറ്റും പറയുക. ഇവിടുത്തെ പല പെണ്ണുങ്ങൾക്കും 2 കെട്ടിയന്മാരുണ്ടെന്ന് റാന്നി ഭാഗത്തും ഒരു സംസാര വിഷയമുണ്ട്. എന്തായത്? പാവനയിലെ ജീവിത പങ്കാളിയും ദൈവം തന്ന പങ്കാളിയും, അതാണ് 2 എണ്ണം. പാവനയിലൊന്ന്, ദൈവം തന്ന മറ്റൊന്ന്. പുരുഷന് കല്യാണത്തിന് മുമ്പ് ആഗ്രഹം, ഞാൻ കെട്ടുന്ന പെണ്ണിന് ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിവ് വേണം. പക്ഷെ ദൈവം തമ്പുരാൻ തന്നത് ചമ്മന്തി ഇടിക്കാൻ പോലും അറിയത്തില്ലാത്ത ഒരെണ്ണം. കിട്ടിയതിനെ സ്വീകരിക്കണം, ഭാവനയിലുള്ളതിനെ ഉപേക്ഷിക്കണം. പെണ്ണുങ്ങൾക്ക് സ്വപ്നം, ഞാൻ കെട്ടുന്ന പുരുഷൻ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവനാകണം. ദൈവം തന്നവനോ സാധാരണ സൈക്കിൾ കാണുമ്പം ബോധം കെട്ട് വീഴുന്നവൻ. അവൾ ആഗ്രഹിച്ചു കട്ടിമീശ ഉള്ളവനെ, കിട്ടിയതോ ഒറ്റ മീശ പോലും ഇല്ലാത്തവന്. ഭാവനയിൽ ഉള്ളതിനെ കൊല്ലുക, ദൈവം തന്നതിനെ 2 കൈ നീട്ടി സ്വീകരിക്കുക. ഒരു ജീവിതാംശത്തിൽ പ്രവേശിച്ചിട്ട് മറ്റൊന്നിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക. ഒരു വണ്ടിയിൽ കയറിയിട്ട് മറ്റൊരു വണ്ടിയെക്കുറിച്ച് ഓർക്കാതിരിക്കുക. ഞാൻ തിരുവല്ലായിൽ നിൽക്കുന്നു, എനിക്ക് തിരുവനന്തപുരത്തിനും പോകണം, അതേസമയം മൂവാറ്റുപുഴയ്ക്കും പോകണം. ആദ്യം കിട്ടുന്ന വണ്ടിക്ക് പോകാം, മൂവാറ്റുപുഴ വണ്ടി. അതിൽ കയറി ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കും, തിരുവനന്തപുരം വണ്ടിയെ കയറിയായിരുന്നെങ്കിൽ കല്ലിശ്ശേരി കാണാമായിരുന്നു, ചെങ്ങന്നൂർ കാണാമായിരുന്നു, പന്തളം അടൂര്, കൊട്ടാരക്കര ആയൂര്, വെഞ്ഞാറമൂട്, കിളിമാനൂർ, വട്ടപ്പാറ, അങ്ങനെ തിരുവനന്തപുരം വരെ കാണാമെന്ന് ഓർക്കരുത്. ഞാൻ മൂവാറ്റുപുഴ വണ്ടിയെ കയറി ഇരിക്കുമ്പം ആസ്വദിക്കണം, സാവധാനം ഇങ്ങനെ ചങ്ങനാശ്ശേരി, ചിങ്ങമനം, കോട്ടയം, ഏറ്റുമാനൂർ, കൂത്താട്ടുകുളം, അങ്ങനെ മൂവാറ്റുപുഴ വരെ ഞാൻ ആസ്വദിക്കാൻ പഠിക്കണം. ഞാൻ പൗരോഹിത്യത്തിൻ്റെ വണ്ടിയെ കയറിയിട്ട് വർഷം 22ആയി. ഈ വണ്ടിയിലിരുന്ന് ഓർക്കുക, കല്യാണത്തിൻ്റെ വണ്ടിയായിരുന്നു കുറെ കൂടെ മെച്ചപ്പെട്ട വണ്ടി. കോഴി കണ്ടേനെയും കൊക്കോ കണ്ടേനെയും ആട് കണ്ടേനെയും വീട് കണ്ടേനെയും ഞാൻ ഓർക്കരുത്. ഞാൻ എന്ത് തിരഞ്ഞെടുത്തോ അതിൽ ഞാൻ വിശ്വസ്തയോടെ ജീവിക്കണം. അതാണ് വിശുദ്ധി. അപ്പം എൻ്റെ ജീവിതാന്തസ് തെറ്റിപ്പോയെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച 3 മക്കളുടെ അപ്പൻ്റെ കത്ത്, പൊന്നി ജോസഫ് അച്ഛ, അപ്പനായവരെ അച്ഛനാക്കുന്ന സഭ വല്ലതും ഉണ്ടോ? അവൻ്റെ ജീവിതം മടുത്തു. എവിടെയാണോ അവിടെ സന്തോഷത്തോടെ. ഒരു മനുഷ്യൻ ചോദിച്ചു എന്നോട്, അച്ഛനായി കഴിഞ്ഞ് അച്ഛൻ എന്നേലും കല്യാണം കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഓവ് എന്നാണ്. 3 മാസം മുമ്പ് ധ്യാനപ്രസം കഴിഞ്ഞ് മടുത്തു വന്ന് തുണി അലക്കി എൻ്റെ വലുതയുടെ ഒരം പറഞ്ഞു പോയപ്പോൾ ഞാൻ ഓർത്തു, ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അലക്കി കിട്ടിയനല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, പൊന്നും അച്ഛ, ഇനി മേലിൽ അങ്ങനെ ഓർത്തേക്കരുത്. അതന്നെ എൻ്റെ അച്ഛ, എൻ്റെ വെമ്പർ നോത്തി അവിടെ സകലമാന തുണി ഇന്നും എന്നെ കൊണ്ട് അച്ഛ അവൾ അലക്കിപ്പിക്കുന്നത്. അപ്പോൾ എവിടെയാണോ അവിടെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. സഭയുടെ ബാവ ഒരു പ്രഖ്യാപനം തരുന്നു. 2015 ജനുവരി 1 മുതൽ കുടുംബവർഷത്തിൽ അവർ ഒന്നാകുന്നു എന്ന് ചിന്തിച്ചതിൻ്റെ വെളിച്ചത്തിൽ ജനുവരി 1-ാം തീയതി സഭയിൽ ബാവയുടെ ഒരറിയിപ്പ് വരുന്നു. ആ അറിയിപ്പ് ഇതാണ്: 2014 വർഷങ്ങളിലെ നിയമം മാറ്റുന്നു. 2015 ജനുവരി 1 മുതൽ ഒരു പുതിയ നിയമം. എന്താ നിയമം? ഒരിക്കൽ മാത്രം ഇപ്പോൾ നിങ്ങൾക്കുള്ള ഭർത്താവിനെ മാറ്റി ഇഷ്ടമുള്ള പുതിയ ഒരു ഭർത്താവിനെ എടുക്കാം. ഒരിക്കൽ മാത്രം ഇപ്പോൾ നിങ്ങൾക്കുള്ള ഭാര്യയെ മാറ്റി ജനുവരി 1 മുതൽ ഒരു പുതിയ ഭാര്യയെ എടുക്കാം. അങ്ങ് പുറകിൽ തൂണുകൾക്കിടയിൽ നിന്നും എന്നെ കാണാൻ മേലാത്ത ഒരു സഹോദരൻ തലപൊക്കി പ്രതീക്ഷയോടെ നോക്കുന്നു. സത്യമാണോ അച്ഛാ? ഇത് ബാബ പറയുന്നതാണോ അത് അച്ഛൻ വെറുതെ പറയുന്നതാണോ? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഓർത്താൽ മതി. അപ്പം ഇങ്ങനെ ഒരു കാര്യം ഇവിടെ അനൗൺസ് ചെയ്താൽ എന്തായിരിക്കും ഈ പന്തലിലെ പ്രതികരണം? പന്തോക്കുസ്താ ദിവസം സെഹിയോൻ മാളികയിലുണ്ടായ കൊടുങ്കാറ്റിൻ്റെ വലിയ എരപ്പ് ഇവിടെ കേൾക്കാം. ഹാവൂ, രക്ഷപ്പെട്ടു. 100-ൽ 60 പേര് ഓർക്കും മാറ്റിയെടുക്കാം.